വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഓണമൊക്കെ വരെയല്ലേ, നമ്മൾ മീഷോന്ന് മേടിച്ച അഫോർഡബിൾ ആയിട്ടുള്ള നല്ല സാരി കളക്ഷൻസ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതാണ് കോട്ടൺ ലിനൻ ടൈപ്പിൽ ലോട്ടസിന്റെ പ്രിന്റഡ് വരുന്ന ഒരു അടിപൊളി സാരിയാണ് നമ്മൾ ഓണ കളക്ഷനിൽ ഫസ്റ്റ് സാരി ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന്റെ ബോർഡർ വരുന്നത് സിൽവർ കസവാണ് കേട്ടോ. ഇതിന്റെ ബോർഡർ ആയിട്ട് വരുന്നത് ഈ സാരി ഉടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ. നമുക്കിതിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മോട്ടീഫ് ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ ലോട്ടസിന്റെ നല്ല വലിയ രീതിക്കുള്ള ലോട്ടസിന്റെയും പ്രിന്റഡ് ആണ് ഇവരും പല്ലുവിൽ കൊടുത്തിട്ടുള്ളത്. ഒരു പിങ്ക് കളർ ബ്ലൗസ് ആണ് കേട്ടോ. ലോട്ടസിന്റെ അതേ സെയിം കളറിൽ തന്നെ വരുന്ന ഒരു ബ്ലൗസ് ആണ് ഇതിൽ അറ്റാച്ചബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. അല്ല നിങ്ങൾക്ക് ഈ ബ്ലൗസ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടേതായ രീതിയിൽ ഇപ്പോൾ ഒരു പിങ്ക് കളർ ബ്ലൗസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നമുക്ക് വെയർ ചെയ്യാവുന്നതാണ്. അത്രയ്ക്ക് അടിപൊളിയാണ്. ഇതാണ് രണ്ടാമത്തെ കളക്ഷൻ എന്ന് പറയുന്നത്. ഗോൾഡൻ ടിഷ്യൂ സാരിയാണ്. കൂടെ അതിൻ്റെ ഒരു ബ്രൊക്കേഡ് ബ്രൗൺ കളർ ബ്ലൗസും നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇത് നല്ല രീതിക്കുള്ള ഒരു അടിപൊളി സാരിയാണ്. നമുക്കത് കോൺട്രാസ്റ്റ് ആയിട്ട് ഇപ്പം ബ്രൊക്കേഡ് ബ്ലൗസ് ഇത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് വേറെ രീതിയിൽ ഇപ്പം പിങ്കോ ബ്ലാക്കോ എന്ത് വേണോ നമുക്ക് ഇതിലൂടെ വെയർ ചെയ്യാൻ പറ്റും. അല്ലേ, അടിപൊളിയാണ്. ഗോൾഡൻ ടിഷ്യൂ ആണ്. ഇതൊക്കെ നമ്മൾ ഓണ പരിപാടിക്കൊക്കെ ഇതുപോലത്തെ സാരി കിട്ടുമ്പോൾ അടിപൊളിയായിരിക്കും. നല്ല ഒരു എലഗന്റ് ഫീൽ ലുക്കേ നമുക്ക് ഈ ഒരു സാരി വെയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതുമാണ്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അതിങ്ങനെ വൺ സൈഡ് ആയിട്ടോ ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ട് നമുക്ക് ഉടുക്കാവുന്നതാണ്. നമുക്ക് നേരത്തെ വേണമെങ്കിൽ പ്രീ പ്ലീറ്റ് എടുത്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കുറച്ചും കൂടി ഈ ഒരു സാരി നമുക്ക് നമ്മുടെ ബോഡിയിൽ ഒതുങ്ങി കിടക്കുന്ന രീതിയിൽ നമുക്ക് പ്രീ പ്ലീറ്റ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു സാരി വെയർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് വൺ സൈഡ് ഇടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വൺ സൈഡ് ഇടുന്നത് സൂപ്പറാണ്. ഈ ഒരു ബോർഡർ വരുന്നത് ഗോൾഡൻ കളറിൽ കസവിലാണ്. ഈ സാരി എൻറ്റയർ സാരി ഫുള്ള് ഗോൾഡൻ കളറിലാണ് കസവ് ബോർഡർ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ ഇതാണ് പല്ലു എന്ന് പറയുന്നത്. പല്ലുവിന് ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു കസവ് തന്നെയാണ് ബോർഡറായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു സാരി വെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഈ ഒരു സൈഡിൽ കൊടുത്തേക്കാവേ. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സാരി കളക്ഷൻ എന്ന് പറയുന്നത്. വിചിത്ര സിൽക്കാണ് ഈ ഒരു സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഈ സാരി ഫുള്ള് ചെയ്തിരിക്കുന്ന ഡിസൈൻ എന്ന് പറയുന്നത് സ്ട്രൈപ്പ് രീതിയിലാണ് ഈ ഒരു സാരി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇതുപോലത്തെ ഒരു ഗ്രീൻ കളറിലുള്ള ഒരു ബ്രൊക്കേഡ് ബ്ലൗസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ഹൊറിസോണ്ടൽ രീതിയിൽ ഒരു ഗോൾഡൻ സ്ട്രൈപ്പ് ആണ് ഈ സാരി കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു കളർ കോമ്പോ കാണാൻ പറ്റും. ഗോൾഡൻ സാരി വിത്ത് കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു ഗ്രീൻ കളർ ബ്ലൗസ് ആണ് ഉണ്ടോ. ഈ ഒരു സാരി ഫുള്ള് ഇങ്ങനത്തെ ഒരു ഡിസൈൻ ആണ് വരുന്നത്. ഞാൻ ഈ കാണിക്കുന്ന എല്ലാ സാരിയും ഞാൻ ഉടുക്കുന്ന ഒരു ഷോർട്ടിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ ഈ ഒരു സൈഡിൽ ഞാൻ എന്തായാലും കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങളത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏത് സാരിയാണെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇതാണ് നമ്മുടെ നാലാമത്തെ കളക്ഷൻ എന്ന് പറയുന്നത്. കേരള കസവ് ഗോൾഡൻ ടിഷ്യൂ സാരിയാണ്. വിത്ത് ബ്ലാക്ക് കളർ ബോർഡർ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കണ്ടോ. അപ്പോൾ നല്ലൊരു ബ്ലാക്ക് കളർ ബ്രൊക്കേഡിന്റെ ബ്ലൗസൊക്കെ നമുക്ക് ഇതിനോട് വെയർ ചെയ്യണമെങ്കിൽ ഭയങ്കര ഒരു പ്രീമിയം ലുക്ക് നമുക്ക് കാണാൻ പറ്റും. സാരി കൊടുക്കുമ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെയാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു വീതിയിലുള്ള ഒരു ബോർഡറാണ് കൊടുക്കുന്നത്. ഒരു ബ്ലാക്കും ഗോൾഡും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ബോർഡറാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വീതിയാണ് ബോർഡറിന്. ഭയങ്കര കംഫർട്ടബിൾ ആണ്, ഭയങ്കര സോഫ്റ്റ് ആണ്. ടിഷ്യൂ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് കണ്ടോ. ഇതാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. ബ്ലാക്ക് കളറിൽ പല്ലു വരുന്നുണ്ട്. താഴെ ഇതുപോലത്തെ ഡിസൈൻസും കൊടുത്തിട്ടുണ്ടല്ലോ. ഇതാണ് നമ്മുടെ അടുത്ത സാരി എന്ന് പറയുന്നത്. ഒരു സ്പെഷ്യൽ ടിഷ്യൂ ലിനൻ ടൈപ്പ് സാരിയാണ് വരുന്നത്. ക്രീം ആൻഡ് ഓഫ് വൈറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ കളർ വരുന്നതെന്ന് പറയുന്നത്. ഇത് മൾട്ടി കളർ ഫ്ലോറൽ ആൻഡ് ലീവ്സ് ഒക്കെ അടങ്ങുന്ന ഒരു മോട്ടിഫിൽ ചെയ്തൊരു ഡിജിറ്റൽ പ്രിന്റ് ആണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. എനിക്ക് ഇതുവരെ കാണിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാരിയാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട സാരി എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണേ കണ്ടോ. സൂപ്പറാണ്. ഇതാണ് ഈ ഒരു സാരിയുടെ നമുക്ക് ബ്ലൗസ് പീസായിട്ട് അവർ കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള ചെറിയൊരു ഫ്ലവറിൻ്റെ ഒരു പ്രിൻ്റാണ് ഇത് ഫുള്ളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബ്ലൗസ് പീസ് ചെയ്യുന്നത് നിങ്ങൾ ഈ ഒരു സാരിക്ക് വെയർ ചെയ്യണം എന്നൊന്നുമില്ല. ഇപ്പോൾ ഇതിൽ മൾട്ടി കളറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് ഇതിൻ്റെ കൂടെ മാച്ച് ചെയ്യാവുന്നതാണ്. അവർ ഈ ഒരു കളർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കളർ യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് സാരിയുടെ പല്ലുമായിട്ട് വരുന്നതല്ലോ. ഇതിൽ കുറച്ചും കൂടി ഭയങ്കര രീതിയിൽ ആ സെയിം അതേ പാറ്റേൺ തന്നെയാണ് പ്രിന്റ് വരുന്നത്. കുറച്ചും കൂടി ഭയങ്കര പല്ലു ആയതുകൊണ്ട് കുറച്ചും കൂടി അവർ എൻലാർജ് ചെയ്ത് കാണിച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ. സെയിം അതേ പാറ്റേൺ തന്നെയാണ്. വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും കണ്ടോ. നിങ്ങൾക്ക് ഇതുപോലെ വൺ സൈഡ് വേണമെങ്കിൽ വൺ സൈഡ് പ്ലീറ്റ് എടുത്ത് ഇതുപോലെ വെയർ ചെയ്യാം. ഇല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് പ്ലീറ്റ് എടുത്ത് യൂസ് ചെയ്യണമെന്ന ആൾക്കാർ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണെങ്കിലും നമുക്ക് ഈ ഒരു സാരി നമുക്ക് ഏത് രീതിക്ക് നമ്മുടെ ഇഷ്ടാനുസരണമാണ് ഇങ്ങനെ വേണം നമുക്ക് വെയർ ചെയ്യാവുന്നതാണ്. നല്ലൊരു എലഗൻ ലുക്കിനൊക്കെ കാരണം ഇതിൽ കൂടുതൽ നമ്മൾ ഫ്ലവേഴ്സ് ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു എലഗൻ ലുക്ക് നമുക്കിത് കാണാൻ പറ്റും കണ്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. ഇതൊരു ഓഫ് വൈറ്റ്, ഒരു ക്രീമും ഓഫ് വൈറ്റും കൂടി ചേർന്നിട്ടുള്ള ഒരു കളറാണ് ഈ ഒരു സാരിക്ക് വരുന്നത്. ഇതൊരു ടിഷ്യൂ ടൈപ്പ് സാരി തന്നെയാണ്. നമ്മൾ ഉടുത്താൽ അതുപോലെ നമുക്ക് നല്ല രീതിയിൽ ഉടുക്കാൻ അറിയുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു സാരി വെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഓണമല്ലേ, ഓഫീസിലായിക്കോട്ടെ കോളേജിലൊക്കെ നമുക്ക് ഫംഗ്ഷൻസ് വരും. ഇതുപോലെ സിമ്പിൾ ലുക്ക് നമുക്ക് വേണമെന്നുള്ള ഇതുപോലെ സിമ്പിൾ ലുക്ക്, ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു മേക്കപ്പ്, ഇപ്പോൾ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എൻറ്റയർ ലുക്ക് തന്നെ ടോട്ടലി മാറി നമുക്ക് കാണാൻ പറ്റും. ഇതാ ഇങ്ങനെയാണ് നമ്മൾ സാരി എടുക്കുമ്പോഴത്തേക്കും കണ്ടോ. താഴത്തെ ഭാഗം ഇതുപോലെ വരും. ഇത്ര രീതിക്കുള്ളൊരു ചെറിയ രീതിക്കുള്ളൊരു ബോർഡറാണ് കേട്ടോ ഇത് കൊടുത്തിട്ടുണ്ടായിരിക്കുന്നത്. ചെറിയ രീതിക്കുള്ള ബോർഡറാണ്. ഇതിൽ മുകൾ ഭാഗത്ത് നമുക്ക് ഡിസൈൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല.
നമുക്ക് താഴെ ഭാഗത്താണ് നമുക്ക് ഇത്രയും രീതിക്കുള്ള ഒരു ഫ്ലോറൽ പ്രിന്റിന്റെ ഒരു വർക്ക് വരുന്നത്. ഇതാണ് അടുത്തതായിട്ട് വരുന്ന ഒരു കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു സാരി എന്ന് പറയുന്നത്. ഇതിൻ്റെയും ബോർഡർ വന്നിട്ട് സിൽവർ ആണ് ഇതിൻ്റെയും ബോർഡർ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വീതി കുറഞ്ഞ രീതിയിലാണ് ഇതിൻ്റെ ഒരു ബോർഡർ വരുന്നത്. അപ്പം വീതി ഒരുപാട് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇതുപോലത്തെ ഒരു സാരി എന്തായാലും സൂട്ടബിൾ ആയിരിക്കും. എൻ്റെ ഒരു പീകോക്കിൻ്റെ രീതിയിലുള്ളൊരു ത്രെഡ് വർക്കാണ് ഇത് പ്രിന്റഡ് ആയിട്ട് വന്നിരിക്കുന്നത്. അടിപൊളിയാണ് കണ്ടോ. നല്ലൊരു കളർ കോംബോ ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്നത് ഇതുപോലത്തെ ഒരു ഗ്രീൻ കളർ ഒരു ബ്ലൗസ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പിങ്ക് കളർ ഒരു ബ്ലൗസ് നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരുന്നത് കണ്ടോ. ഒരു പീകോക്കിന്റെ ഒരു ഡിസൈൻ ആണ് ഇതിന്റെ പല്ലുവിൽ കൊടുത്തിട്ടുള്ളത്. പല്ലുവിൽ കൂടാതെ തന്നെ നമുക്ക് ഇതുപോലെ ചെറിയ രീതിയിൽ ഡോട്ട രീതിയിലുള്ള ഒരു ഫ്ലവറിന്റെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഇതുവരെയാണ് ഈ ഒരു സാരിക്ക് ഡിസൈൻ വരുന്നത് കേട്ടോ. പിന്നീട് അങ്ങോട്ടെല്ലാം ഡിസൈൻ ഇല്ലാത്തൊരു പ്ലെയിൻ കളർ ഒരു രീതിക്കാണ് വരുന്നത്. ഇതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് സാരി സ്റ്റൈൽ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പ്ലീറ്റഡ് എടുത്ത് ഇങ്ങനെ ഒരു പ്രീ പ്ലീറ്റ് ഒക്കെ എടുത്ത് ഒന്ന് അയൺ ചെയ്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നല്ലൊരു ഭംഗി തോന്നിക്കും. അപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ ഞാൻ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ സൈഡിൽ തന്നെ അല്ലെങ്കിൽ ഒന്നുകിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കയറുന്ന ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ സാരി എന്ന് പറയുന്നത്. ഇതും കേരള കസവ് സാരി തന്നെയാണ്. ഗോൾഡൻ കളർ കരയിലുള്ള കസവാണ് വരുന്നത്. ബോർഡറിലെല്ലാം കൊടുക്കും. കൂടാതെ നമുക്ക് പീകോക്കിൻ്റെ ഒരു ഫെദറിലുള്ള ഒരു മോട്ടീഫ് നമുക്ക് ഈ ഒരു പല്ലുവിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പിങ്ക് അല്ലെങ്കിൽ ഗ്രീൻ കളർ ബ്ലൗസ് നമുക്ക് ഇതിൻ്റെ കൂടെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് പെയർ ചെയ്യാവുന്നതാണ്. അടിപൊളിയാണ്. ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത്. നല്ല അത്യാവശ്യം വലിയ രീതിക്ക് തന്നെ നമുക്ക് പീകോക്കിൻ്റെ ഫെദറിൻ്റെ ഒരു മോട്ടീഫ് നമുക്ക് കാണാൻ പറ്റും. കൂടാതെ നമുക്ക് താഴെ ഇതുപോലെ കുഞ്ചലം പോലെ ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും 2 കളറിലൊക്കെ ആയിട്ട് കുറച്ചും കൂടി ഭംഗിയാണ് കേട്ടോ. ഒരു പിങ്കും ഒരു ഗ്രീനുമാണ് കളർ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു പ്രിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ ഒരു വീഡിയോയിൽ ടോട്ടൽ 7 സാരീസ് ആണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടോട്ടൽ 7 സാരീസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാരി ഏതാണെന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പോൾ ഈ എല്ലാ സാരീസിൻ്റെയും ഞാൻ ലിങ്ക് ഈ വീഡിയോയുടെ അടിയിൽ തന്നെ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കയറി ഒന്ന് ചെക്ക് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഹാപ്പി ഓണം. ബൈ.